ടാറ്റയും തന്ന് ഞാൻ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നല്ലേ. അപ്പം നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ റെഡിയായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം വിഷു ആയിട്ട് ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് അടിച്ച് പൊളിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് സ്റ്റോപ്പാക്കി കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ചായയൊക്കെ കിട്ടി, ചായയൊക്കെ കുടിച്ചിട്ട് നമുക്കിനി വീണ്ടും യാത്ര തുടങ്ങാം. ഇപ്പോഴത്തേക്ക് റോഡ് മുഴുവൻ നല്ല തിരക്കായി. വിഷുവിന് നാട്ടിലേക്കും ഒക്കെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ബാക്കി കിടന്ന് നല്ല ഉറക്കാട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വിഷുവിന് ഞങ്ങൾ അരുണേട്ടൻ്റെ നാട്ടിലേക്കാണ് പോകുന്നത്, കോഴിക്കോട്ടേക്ക്. അപ്പം മൈസൂർ വഴിയാണ് പോകുന്നത്. അപ്പോൾ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി. അപ്പോൾ ശരിക്കും എക്സ്പ്രസ് ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖമാണല്ലേ, ഒരു തിരക്കും ഇല്ല, ഒന്നുമില്ല, അടിച്ചു വിട്ട പോലെ പോയി. മൈസൂർ പാലസിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ പോവുകയാണ്. ഓൾമോസ്റ്റ് മൈസൂർ ടൗണ് കഴിയാറായി. പാലസും കൂടെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൗൺ കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോഴത്തേക്ക് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് എവിടെയെങ്കിലും നിർത്തണം കഴിക്കാനായിട്ട്. അയ്യോ ആമി ഇരുന്ന് ഉറക്കം തൂകുന്നത്. അപ്പം നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് റൂമിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാനും ആമിയും ഉപ്പുമാവ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ആമിക്കാണെങ്കിൽ ഫുഡ് വേണ്ടെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കൂവി വിളിച്ച് തിരിഞ്ഞൊക്കെ നിൽക്കായിരുന്നു. പിന്നെ ഞാൻ സോപ്പ് ഇട്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് കൊടുത്തു കേട്ടോ. എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ ഗ്യാസൊക്കെ കയറി ആകെ പ്രശ്നമായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ കാറി കയറി ഒന്ന് കിടന്നു കേട്ടോ. പിന്നെ ഗുണ്ടൽപേട്ടിലാണ് ഒന്ന് എഴുന്നേറ്റത്. എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം വീണ്ടും അയ്യോ വിളി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാല് ചെറുതായിട്ട് ഒരു കല്ലിൽ വന്ന് ഇടിച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഗുണ്ടൽപേട്ടിയിൽ നിന്ന് പിന്നെ ഫോറസ്റ്റ് ആണല്ലോ, അങ്ങനെ ഫോറസ്റ്റ് ഒക്കെ കടന്ന് ഞങ്ങൾ പിന്നെ വൈത്തിരിയിലേക്ക് പോയി. അപ്പോൾ അരുണേട്ടൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു വില്ല ഇവിടെ ഉണ്ട്. എന്നാൽ പിന്നെ അവിടെ പോയിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ വില്ലയിലേക്ക് കയറുന്നതിന് മുമ്പ് തൊട്ടടുത്തൊരു ഹോംലി ഫുഡിൻ്റെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു 2 ഊണൊക്കെ പാഴ്സൽ ചെയ്ത് വാങ്ങിച്ചിട്ടാണ് വില്ലയിലേക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ടയേർഡായി കേട്ടോ. ഇത് അടിപൊളി വില്ലയാണ്, വൈത്തിരിയിലാണ് കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. നല്ല സുഖം, ഒരു ഫാമിലിക്കൊക്കെ വന്ന് വീക്കെൻഡ്സിലൊക്കെ വന്നിട്ട് നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു വില്ലയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറി ഫുഡൊക്കെ അടിച്ചിട്ടൊക്കെ കിടന്നുറങ്ങിപ്പോയി കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും തീരെ വയ്യായിരുന്നു. പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് പിന്നെ ഇനി വേഗം പുറപ്പെടണം. കാരണം 2 മണിക്ക് പുറപ്പെടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 3:30 അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു വൈപ്പർ ഒന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് എന്തോ അതിന് പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്നേട്ടൻ പിന്നെ വണ്ടിയൊക്കെ നിർത്തി തിരിഞ്ഞ് നോക്കിയപ്പോഴായിരുന്നു വൈപ്പർ മുഴുവൻ കംപ്ലൈൻ്റ് ആയിട്ട് എന്തോ പറ്റിയിരുന്നു. അങ്ങനെ പുറപ്പെട്ടു, ചുരം എത്തിയാണ്. അപ്പോൾ ചുരം കയറിയപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചാൽ ഇനിയിപ്പം വലിയ ബ്ലോക്കൊന്നും കാണൂല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ചുരത്തിൽ കയറിയത്. പക്ഷേ നമുക്ക് നല്ല പണിയായിരുന്നു, ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ കഴിഞ്ഞ് താഴെ താമരശ്ശേരി എത്തിയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു ചായയും കൂടെ കുടിച്ചേക്കാം. കാരണം ഈ പൊടിച്ചായയൊക്കെ കുടിക്കണമെങ്കിൽ ഇതുപോലെ ചായക്കടയിൽ ഒന്ന് തന്നെ കുടിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് അപ്പോഴത്തേക്ക് കൊയിലാണ്ടി എത്തി കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവരും 3 ആളും ഒന്ന് ഉഷാറായി. ഇത്രയും നേരം തളർന്നു കൂത്തി ഇരുന്നതായിരുന്നു. ഇനി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഏപ്രിലൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ഉത്സവങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലെ ഉത്സവങ്ങൾ തുടങ്ങിയൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റ, ബൈ ബൈ.